അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്റർ 7 ഓക്കെ ഡാറ്റാബേസ് കണക്ടിവിറ്റി യൂസിങ് ADO.NET ചാപ്റ്റർ നമുക്ക് നോക്കാം എന്താ പറയുന്നത് എന്നുള്ളത്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ടേബിൾസ് ആണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡേറ്റാസ് നമുക്ക് എടുക്കാനായിട്ട് തിരിച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് നമ്മൾ കുറച്ച് ടേബിൾസ് ആയിട്ട് കളക്ട് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള ടേബിൾസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇനി ADO.NET എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ലൈബ്രറി ആണ്. .NET ഫ്രെയിംവർക്കിലുള്ള ഒരു സോഫ്റ്റ്വെയർ ലൈബ്രറി ആണ്. അത് നമുക്ക് കുറച്ച് സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ കുറച്ച് ആൾക്കാരെ അല്ലെ കുറച്ച് കമ്പോണൻസിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഡാറ്റാബേസിനകത്ത് നിന്ന് നമുക്ക് ഡാറ്റാനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കമ്പോണൻസിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ലൈബ്രറി ആണ്. ഈ സോഫ്റ്റ്വെയർ ലൈബ്രറി .NET ഫ്രെയിംവർക്കിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ അവർ തന്നിരിക്കുന്നത് എവല്യൂഷൻ ഓഫ് .NET ആണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോൾ ഏതൊരു സിംഗിൾ ഓർഗനൈസേഷൻ എടുത്താലും അതിപ്പോൾ ഒരു സ്കൂൾ ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, ഒരു കമ്പനി ആയിക്കോട്ടെ, ഏത് ഓർഗനൈസേഷൻ എടുത്താലും അതിനകത്ത് അവർക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻസ് കുറേ ഡേറ്റാസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡേറ്റാസ് എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അത് നമുക്ക് വെറുതെ അങ്ങനെ കളയാനായിട്ട് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഭയങ്കര കെയർലെസ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഈ പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. അതായത് ഒന്നെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിനകത്ത് കുറേ ടേബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡേറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ എടുത്തു. അതായത് ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ AS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്കുണ്ട്. അപ്പോൾ ആ ASൽ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാനായിട്ടൊക്കെ പറ്റും അല്ലേ. ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യാനും കാര്യങ്ങളും എല്ലാം നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു സ്റ്റോറേജ് മെക്കാനിസമാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് ശരിക്കും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ എങ്ങനെയാണ് ആ കണ്ടന്റ് സേവ് ചെയ്തിരിക്കുന്നത്, ഒരു എക്സൽ ഷീറ്റിനകത്താണോ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിനകത്താണോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫയലായിട്ടാണോ സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൊടുക്കുന്ന റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടണം. ഓക്കെ, അതാണ് നമ്മുടെ എപ്പോഴത്തെ നീഡ് എന്ന് പറയുന്നത്. Then every application requires different type of data in different formats also. ഇപ്പോൾ ചില സമയത്ത് ചില ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ സ്പെസിഫിക് ആയിരിക്കും. ഞങ്ങൾക്ക് എക്സൽ ഡാറ്റ തന്നെ വേണം അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡാറ്റ തന്നെ വേണം എന്നുള്ളത് സ്പെസിഫിക് ആയിരിക്കാം. ഓക്കെ, therefore the applications needs to implement functionality whereby they can interact with various databases. അപ്പം നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ടൈപ്പ് പല വെറൈറ്റി ഡാറ്റാബേസുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് കേപ്പബിൾ ആകുന്ന രീതിയിൽ വേണം നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ. അതായത് നിങ്ങളിപ്പോൾ ഒരു സൈറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളുടെ ആ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ പല ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചിലർ SQL സെർവർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലർ ഒറാക്കിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫങ്ഷണാലിറ്റി ആയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ദി ഫങ്ഷണാലിറ്റീസ് ആർ വേരിയഡ് അക്കോർഡിംഗ് ടു ദ യൂസർ റിക്വയർമെൻറ്റ്സ്. അപ്പം ഈ പറയുന്ന യൂസറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, അതായത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു, അത് നമ്മൾ ഒരാൾക്ക് വിറ്റു. അപ്പോൾ ആ മേടിക്കുന്ന ആൾക്ക്, നമ്മുടെ ആപ്ലിക്കേഷൻ മേടിക്കുന്ന ആളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഫങ്ഷണാലിറ്റീസ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഡാറ്റ ആക്സസ് ഇൻക്ലൂഡ്സ് റിട്രീവിംഗ്, മാനിപ്പുലേറ്റിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് ദി ഡാറ്റ പ്രോപ്പർലി ഇൻ ഡാറ്റാബേസ് ടു മെയിൻറ്റെയിൻ ദി കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ ഡാറ്റ ആക്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടന്റിനെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ പറ്റണം. ദെൻ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റണം, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ ഡാറ്റാബേസിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ
ഒരു സ്റ്റുഡൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഞാൻ രാവിലെ 10 മണിയായപ്പോൾ അപ്ഡേറ്റ് ചെയ്തതാണ്. പക്ഷേ അത് വൈകിട്ട് 4 മണിയായിട്ടും ആ ഡാറ്റാബേസിൽ ആ അപ്ഡേഷൻ കംപ്ലീറ്റ് ആകാതെ ഇരിക്കാൻ പാടില്ല. ഓക്കെ, നമ്മളൊരു അപ്ഡേഷൻ നടത്തിയാൽ അത് പെർമനൻ്റ് ആയിട്ട് അവിടെ റിഫ്ലക്റ്റ് ചെയ്യണം ഡാറ്റാബേസിൽ. ഓക്കെ, ദെൻ ദി ഫസ്റ്റ് മോഡൽ യൂസ്ഡ് ഫോർ കണക്ടിവിറ്റി ഈസ് ഡാറ്റ ആക്സസ് മോഡൽ. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റാബേസ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു മോഡലാണ് DAO എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വന്ന മോഡലാണ് വിഷ്വൽ ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷ്വൽ ബേസിക് ശരിക്കും ജെറ്റ് എൻജിൻ ഡാറ്റാബേസസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു മോഡലാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അത് SQL സെർവർ ആകാം, അല്ലെ ഒറാക്കിൾ ആകാം, അല്ലെ ജെറ്റ് എൻജിൻ ഡാറ്റാബേസസ് ആവാം. അപ്പം ജെറ്റ് എൻജിൻ ഡാറ്റാബേസസിനെ മാത്രം എയിം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു മോഡലായിരുന്നു വിഷ്വൽ ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് അടുത്തൊരു മോഡലിലേക്ക് പോകേണ്ടി വന്നു. RDO എന്നാണ്, റിമോട്ട് ഡാറ്റ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ RDO മെയിൻലി ഫോക്കസ് ചെയ്തിരുന്ന SQL സെർവറിനും ഒറാക്കിളിനും വേണ്ടിയിട്ടാണ്. ദെൻ ഈ മോഡലിനും കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് നെക്സ്റ്റ് വന്നത് ആക്റ്റീവെക്സ് ഡാറ്റ ഒബ്ജക്റ്റ് മോഡൽ വന്ന ADO മോഡൽ. ഇത് നമ്മൾ മെയിനായിട്ടും ഡിസൈൻ ചെയ്തിരുന്ന ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചേഴ്സിന് വേണ്ടിയിട്ടാണ്. ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ കുറേ സിസ്റ്റംസ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരു സിസ്റ്റമാണ്, 5 സിസ്റ്റം ഉണ്ടായിരുന്നു, അതിൽ ഫസ്റ്റ് സിസ്റ്റമാണ് ബാക്കി 4 പേരുടെ കാര്യങ്ങളും നോക്കുന്നത്. ഓക്കെ, അവരെന്തൊക്കെ ചെയ്യണം, അവർക്ക് വേണ്ട ഡേറ്റാസ് ഇൻഫർമേഷൻസും ഒക്കെ കൊടുക്കുന്നത് ആ സെർവർ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ദെൻ ദിസ് ആർക്കിടെക്ചർ ഈസ് വെരി ഗുഡ് ഫോർ ബോത്ത് റിലേഷണൽ ആൻഡ് നോൺ റിലേഷണൽ ഡാറ്റാബേസസ്. ഓക്കെ, അപ്പോൾ ഈ ADO ആർക്കിടെക്ചർ എന്ന് പറയുന്നത് റിലേഷണൽ ആൻഡ് നോൺ റിലേഷണൽ ഡാറ്റാബേസസിന് വളരെ നല്ലതായിട്ടാണ് വന്നിരുന്നതെന്നാണ് പറഞ്ഞത്. അതായത് റിലേഷണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്ന ടേബിളിനകത്തായിരിക്കും. നോൺ റിലേഷണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടേബിളാർ ഫോമാറ്റ് ഒന്നും അവർ ഫോളോ ചെയ്യുന്നില്ല. അവർ യൂസ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഡേറ്റയാണോ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത് അതിന് ഏറ്റവും നല്ല ഒരു മോഡൽ എന്താണോ, സ്റ്റോറേജ് മോഡൽ ഏതാണോ അതാണ് അവർ യൂസ് ചെയ്യുക. ഓക്കെ, ഒരു ടേബിൾ ഫോർമാറ്റ് നോൺ റിലേഷണൽ ഡാറ്റാബേസിൽ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് കിട്ടുന്ന ഡേറ്റ ഏത് ടൈപ്പാണോ അതിന് ഏറ്റവും അത് വെക്കാനായിട്ട്, അല്ലെ അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫോമാറ്റ് എന്താണോ അതാണ് അവർ യൂസ് ചെയ്യുക. ദെൻ ദി ഡ്രോബാക്ക് ഓഫ് ദിസ് ആർക്കിടെക്ചർ is connected data access which leads to security, performance issues and network traffic. അപ്പോൾ ADO മോഡലിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ADO എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കണക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ ആക്സസ് ആയിരിക്കും. കണക്റ്റഡ് ഡേറ്റ ആക്സസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന ഡേറ്റാബേസുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനകത്തുനിന്ന് ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ രാവിലെ ഒരു 10 മണിയായി കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് ആണെങ്കിലും നമ്മൾ ആദ്യമേ ഈ ഡാറ്റാബേസിനെ ആദ്യം വിളിച്ചെണീപ്പിക്കണം. ഓക്കെ, നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഉണ്ടാവും ഡാറ്റാബേസ് കണക്ടിവിറ്റിക്കകത്ത്, അല്ലെ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ആ ഡാറ്റാബേസ് ഏത് ഡാറ്റാബേസുമായിട്ടാണോ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അയാളുമായിട്ടുള്ള കണക്ഷൻ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ ആക്സസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കുറച്ച് ഇഷ്യൂസ് അതിനുണ്ടാകും. ഇപ്പോൾ നെറ്റ്വർക്ക് ട്രാഫിക്. ഓക്കെ, ഇപ്പോൾ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ, ഒരു 100 പേര് ഒരു ഡാറ്റാബേസിനെ, ഒരു സിംഗിൾ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പം അവിടെ നോർമലി എന്തുണ്ടാവും, ഒരു നെറ്റ്വർക്ക് ട്രാഫിക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഇഷ്യൂസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസും ഉണ്ടാവും, അല്ലേ? ഒത്തിരി ആൾക്കാർ ഒരു ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാനായിട്ട് നോക്കുമ്പം അതിനകത്ത് ചിലപ്പോൾ ആരും ഉണ്ടാവാം, ഹാക്കേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻട്രൂഡേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ടാവാം എന്നുള്ളൊരു കേസും കൂടാണ് അവരതിനകത്ത് പറയുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് all the new applications are based on web application model. Web application model uses HTTP as the basic protocol for communication between tiers and must explicitly handle the state between request. അപ്പോൾ HTTP ഓൾറെഡി നമ്മൾ ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ITDAയിൽ എന്താണ് എന്നുള്ളത്.
Then ADO.NET model has successfully eliminated the problems found with earlier models and hence it is widely used data access technology for connectivity. ഓക്കെ, അപ്പോൾ നമ്മൾ ADO വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പോൾ ADO.NET മോഡൽ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നേ വന്നിരുന്ന മോഡൽസിന് എന്തൊക്കെയായിരുന്നോ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് ആ ഇഷ്യൂസിനെ എല്ലാം ഓവർകം ചെയ്തിട്ട് വന്ന ഒരു മോഡലാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം HTTP വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഡാറ്റാനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ ADO.NET മോഡലാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഡാറ്റാബേസ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. Then it meets the needs of developer and is built upon the .NET framework. ഓക്കെ, ഡെവലപ്പറിൻ്റെ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ .NET ഫ്രെയിംവർക്കിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. Then .NET framework architecture ensures the uniform database access technology because components in framework would share common type system, design patterns and exception handling. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ പറയുന്ന ഫീച്ചേഴ്സ് എൻഷുർ ചെയ്യുന്നത് കൊണ്ടാണ് ADO.NET ഈ പറയുന്ന നേരത്തെ അതിന് തൊട്ട് മുന്നേ വന്ന മോഡൽസിനെ എല്ലാം അതിൻ്റെ ഫെയിലിയേഴ്സ് എല്ലാം മാറ്റി ആണ് വന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദി ആപ്ലിക്കേഷൻസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡാറ്റാബേസ് ഫോർ ഓൾ ഡാറ്റാബേസ് ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനും നമ്മുടെ ഒരു ഡാറ്റാബേസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാം? ADO.NET യൂസ് ചെയ്യാം. അതായത് ഞാനൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ദൂരെ ഒരു സ്ഥലത്ത് ഒരു ഡാറ്റാബേസ് ഉണ്ട്. ഈ ഡാറ്റാബേസും എൻ്റെ ആപ്ലിക്കേഷനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ADO.NET ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ADO.NETൻ്റെ യൂസ് എന്താണ്, അതിൻ്റെ ഒരു നീഡ് എന്താണ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡാറ്റാബേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറഞ്ഞു. ദെൻ ഒരു ആപ്ലിക്കേഷന് ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണക്ടിവിറ്റി വേണം, കണക്ട് ചെയ്യണം ആ ഡാറ്റാബേസുമായിട്ട്. ആപ്ലിക്കേഷനും ഡാറ്റാബേസും തമ്മിൽ കണക്ട് ചെയ്താൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ .NET ഫ്രെയിംവർക്കിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു കണക്ടിവിറ്റി മോഡലാണ് ADO.NET എന്ന് പറയുന്നത്. ഓക്കെ.